ഹായ് ഓൾ, എട്ടാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നദീതട സംസ്കാരങ്ങളിലൂടെ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിൻ്റെ സമയം കണക്കാക്കുന്ന വിവിധ ഘടികാരങ്ങളുടെ പേരെഴുതുക. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? സൂര്യഘടികാരം, ജലഘടികാരം എന്നിവയാണ് സമയം കണക്കാക്കാനുള്ള വിവിധ ഘടികാരങ്ങൾ. സൂര്യഘടികാരം നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന രീതിയാണ് സൂര്യഘടികാരം. ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരമാണ് സമയം കണക്കാക്കുന്ന മറ്റൊരു ഘടികാരം. വെങ്കല സംസ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരം മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. ചന്ദ്രനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ കലണ്ടറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ചന്ദ്രനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ കലണ്ടറിന്റെ പ്രത്യേകതകൾ: ഒരു വർഷത്തെ 12 മാസങ്ങളായി വിഭജിച്ചു. ഒരു വർഷത്തെ 12 മാസങ്ങളായി വിഭജിച്ചു. ഒരു മാസത്തെ 4 ആഴ്ചകളായി വിഭജിച്ചു. ഒരു വർഷത്തെ 12 മാസമായും ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായി കണക്കാക്കി. ഒരു വർഷത്തെ 12 മാസങ്ങളായി വിഭജിച്ചു. 4 ആഴ്ചകളായി വിഭജിച്ചു. ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായി വിഭജിച്ചു. സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ ജനങ്ങൾ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഈ പ്രസ്താവന സാധൂകരിക്കുക. സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ ജനങ്ങളുടെ എല്ലാ വീടുകളിലും ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്നും മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. സ്ലാബുകൾ ഉപയോഗിച്ച് അഴുക്കുചാലുകൾ മൂടിയിരുന്നു. ഇതെല്ലാമായിരുന്നു സിന്ധു നദിയുടെ സംസ്കാര കാലഘട്ടത്തിലെ ജനങ്ങൾ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്ന് കാണിക്കുന്ന പ്രസ്താവനകൾ. ഹാരപ്പയിലെ നഗരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും നഗരജീവിതത്തെ സംബന്ധിച്ച എന്തെല്ലാം സൂചനകളാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, സിന്ധു നദിയുടെ സംസ്കാരത്തില് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ശുചിത്വത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹാരപ്പയിലെ നഗരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും നഗരജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിക്കുന്നുണ്ട്. ഹാരപ്പൻ ജനങ്ങളെ ഭരണാധികാരികൾ എന്നും സാധാരണക്കാർ എന്നും വിഭജിച്ചിരുന്നു. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി വീടുകൾ നിർമ്മിച്ചു. വ്യത്യസ്ത ഘടനയിലുള്ള വീടുകളായിരുന്നു. അഴുക്കുചാലുകൾ, വലിയ കുളം എന്നിവയുണ്ടായിരുന്നു. ഹാരപ്പൻ ജനങ്ങളെ ഭരണാധികാരികളെന്നും സാധാരണക്കാരെന്നും വിഭജിച്ചിരുന്നു. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായി വീടുകൾ നിർമ്മിച്ചു. വ്യത്യസ്ത ഘടനയിലുള്ള വീടുകൾ, അഴുക്കുചാലുകൾ, വലിയ കുളം. ചൈനീസ് കലണ്ടറിന്റെ പ്രത്യേകത എന്ത്? ഒരു വർഷത്തെ 365 ദിവസമായി പരിഗണിക്കുന്നു. ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഉണ്ടായിരുന്നത് ചൈനീസ് കലണ്ടറിൽ. ഹൊയാങ്ഹോ നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ഹൊയാങ്ഹോ നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. സ്ഫിങ്സിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും കൂടിയ പ്രതിമയാണ് സ്ഫിങ്സ്. മോഹൻജോദാരോയിലെ വലിയ കുളത്തിന്റെ സവിശേഷത എന്ത്? ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് ഈ കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ചൈനീസ് എഴുത്തുവിദ്യയുടെ പ്രത്യേകത എന്ത്? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചു. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. സിഗുറാത്തുകൾ എന്നാൽ എന്ത്? അവയുടെ പ്രത്യേകതകൾ എഴുതുക. മെസോപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്ത്. നഗരങ്ങളിൽ നിർമ്മിച്ച മണൽ കൂനകൾക്ക് മുകളിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചു. മെസോപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. നഗരങ്ങളിൽ നിർമ്മിച്ച മണൽ കൂനകൾക്ക് മുകളിൽ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കുന്നു. പ്രാചീന മെസോപ്പൊട്ടോമിയയിലെ 3 നഗരങ്ങളുടെ പേരെഴുതുക. ഉർ, ഉറൂക്ക്, ലഗാഷ്. ഉർ, ഉറൂക്ക്, ലഗാഷ് എന്നിവയാണ് പ്രാചീന മെസോപ്പൊട്ടോമിയയിലെ 3 പ്രധാന നഗരങ്ങൾ. ഈജിപ്ഷ്യൻ മെസോപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ എഴുതുക. വെങ്കലത്തിന്റെ ഉപയോഗം, എഴുത്തുവിദ്യ, കലണ്ടർ ഉപയോഗിക്കുന്ന രീതി എന്നിവയായിരുന്നു ഈജിപ്ഷ്യൻ മെസോപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ. വെങ്കലത്തിന്റെ ഉപയോഗം, എഴുത്തുവിദ്യ, കലണ്ടർ. ഗണിതശാസ്ത്ര രംഗത്തെ മെസോപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തെല്ലാം?
ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയെ സംബന്ധിച്ച അറിവാണ്. ഗണിതശാസ്ത്ര രംഗത്തെ മെസോപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളാണ് ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയെക്കുറിച്ചുള്ള അറിവ്. മെസോപ്പൊട്ടോമിയൻ കലണ്ടറിന്റെ സവിശേഷതകൾ എഴുതുക. മെസോപ്പൊട്ടോമിയൻ കലണ്ടറിന്റെ സവിശേഷതകൾ: ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ കലണ്ടറായിരുന്നു. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ കലണ്ടർ. വർഷത്തിൽ 12 മാസം, ഒരു മാസത്തിൽ 4 ആഴ്ച, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ശാസ്ത്രരംഗത്ത് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? ഈജിപ്ഷ്യൻ കലണ്ടർ, ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തീർണം കണ്ടുപിടിച്ചു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം എന്നിവയാണ് ശാസ്ത്രരംഗത്ത് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ. കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കണം. ഈജിപ്ഷ്യൻ കലണ്ടർ, ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തീർണം കണ്ടുപിടിച്ചു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം എന്നിവയാണ് ശാസ്ത്രരംഗത്ത് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ. ഈജിപ്ഷ്യൻ കലണ്ടറിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. സൂര്യനെ അടിസ്ഥാനമാക്കിയത്, ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി 30 ദിവസമുള്ള 12 മാസങ്ങൾ, 5 ദിവസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി. സൂര്യനെ അടിസ്ഥാനമാക്കിയതാണ് വർഷത്തെ 365 ദിവസങ്ങളാക്കി 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ, 5 ദിവസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ: നൈൽ നദിയുടെ തീരത്ത് രൂപം കൊണ്ടു. പ്രധാന തൊഴിൽ കൃഷി, നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം. ഫറോവ, മമ്മികൾ, പിരമിഡ് എന്നിവ കാണാം. എഴുത്തുവിദ്യ: ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. കലണ്ടർ, പ്രതിമാ നിർമ്മാണം, ശാസ്ത്രരംഗത്തെ പുരോഗതി എന്നിവയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിന് തകർച്ചയ്ക്ക് ഇടയാക്കിയ പ്രധാന കാരണങ്ങളാണ് വെള്ളപ്പൊക്കം, പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ എന്നിവ. വെള്ളപ്പൊക്കം, പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ. ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മാതൃദൈവ ആരാധന, മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചു. മോഹൻജോദാരോയിലെ വലിയ കുളം, ആദിമ ശിവനെ ആരാധിച്ചു എന്നിവയാണ് ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികൾ. കല, കരകൗശല മേഖലകളിൽ ഹാരപ്പൻ ജനതയുടെ സംഭാവനകൾ വിശദീകരിക്കുക. കരകൗശലം: മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ. മൺപാത്ര നിർമ്മാണത്തിന് ചൂളകൾ, മൺപാത്രത്തിലെ അലങ്കാരപ്പണികൾ, കളിമണ്ണിൽ മൃഗരൂപങ്ങൾ, ചെമ്പ്, സ്വർണം, വെങ്കലം കൊണ്ട് ആഭരണങ്ങൾ. കലാവൈഭവം: മുദ്രകൾ, കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും നർത്തകിമാരുടെ പ്രതിമ, ധോളാവീരയിലെ സൂചനാ ബോർഡ് എന്നിവയാണ് കലാ കരകൗശല മേഖലകളിലെ ഹാരപ്പൻ ജനതയുടെ പ്രധാന സംഭാവനകൾ. ഹാരപ്പൻ ജനതയുടെ കടൽ വഴിയുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്ന തെളിവുകൾ എന്തെല്ലാം? മെസോപ്പൊട്ടോമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ, ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസോപ്പൊട്ടോമിയൻ മുദ്രകൾ, കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ എന്നിവയാണ്. ഹാരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഹാരപ്പൻ സംസ്കാരത്തെയാണ് വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഹാരപ്പൻ ജനത വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്. കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ഹാരപ്പൻ ജനത സ്വീകരിച്ച ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിൽ കൃഷി ചെയ്തു, കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു, ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചു. ഹാരപ്പൻ സംസ്കാരത്തിലെ കാർഷിക മേഖലയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വൈവിധ്യമാർന്ന വിളവുകൾ കൃഷി ചെയ്തു, ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കൃഷി ആരംഭിച്ചു, ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിച്ചു. നഗരങ്ങളിലെ ഉൽപാദന വസ്തുക്കൾക്ക് ഗ്രാമങ്ങളിലായിരുന്നു വിപണികൾ. ജലസേചനം ഉപയോഗപ്പെടുത്തി. ഹാരപ്പയിലെ നഗരാസൂത്രണത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചു. നഗരത്തിന്റെ ഉയർന്ന ഭാഗങ്ങൾ ഭരണാധികാരികൾ ഉപയോഗിച്ചു. താഴ്ന്ന ഭാഗം സാധാരണക്കാരും ഉപയോഗിച്ചു. നഗരങ്ങളോട് ചേർന്ന് ധാന്യപ്പുരകൾ,
അഴുക്കുചാലുകൾ എന്നിവ നിർമ്മിച്ചു. ഹാരപ്പയിലെ നഗരാസൂത്രണത്തിന്റെ പ്രധാന സവിശേഷതകളാണ് ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചു. നഗരത്തിന്റെ ഉയർന്ന ഭാഗങ്ങൾ ഭരണാധികാരികൾക്കും താഴ്ന്ന ഭാഗം സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ കൊടുത്തു. നഗരങ്ങളോട് ചേർന്ന് ധാന്യപ്പുരകൾ, അഴുക്കുചാലുകൾ എന്നിവ. എ കോളത്തിന് യോജിച്ച വിധം ബി കോളം ക്രമപ്പെടുത്തുക. സർ ജോൺ മാർഷൽ, ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാർഷൽ. ദയാറാം സാനി, ഹാരപ്പ. ആർ ഡി ബാനർജി, മോഹൻജോദാരോ. ഹൊവാർഡ് കാർട്ടർ, ഈജിപ്ഷ്യൻ സംസ്കാരം. സർ ജോൺ മാർഷൽ, ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ദയാറാം സാനി, ഹാരപ്പ. ആർ ഡി ബാനർജി, മോഹൻജോദാരോ. ഹൊവാർഡ് കാർട്ടർ, ഈജിപ്ഷ്യൻ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരങ്ങളുടെ ചില സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഓരോന്നും ഏത് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് എഴുതുക. ആപ്പിന്റെ ആകൃതിയിലുള്ള ലിപികൾ ഉപയോഗിച്ചത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. ആപ്പിന്റെ ആകൃതിയിലുള്ള ലിപികൾ ഉപയോഗിച്ചത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. പാപ്പിറസ് ചെടികളുടെ ഇലകൾ എഴുതാൻ ഉപയോഗിച്ചു. പാപ്പിറസ് ചെടിയുടെ ഇലകൾ എഴുതാൻ ഉപയോഗിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരം. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങി. ചൈനീസ് സംസ്കാരം. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങിയത് ചൈനീസ് സംസ്കാരം. പാപ്പിറസ് ചെടിയുടെ ഇലകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈജിപ്ഷ്യൻ സംസ്കാരം. ആപ്പിന്റെ ആകൃതിയിലുള്ള ലിപികൾ ഉപയോഗിച്ചത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന എഴുത്തുവിദ്യയുടെ പേരെന്ത്? ക്യൂണിഫോം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളും അവ കണ്ടെത്തിയ പ്രദേശങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്തുക. ചരിത്രാവശിഷ്ടങ്ങൾ, കണ്ടെത്തിയ പ്രദേശങ്ങൾ എന്നിങ്ങനെ 2 കോളം. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലുകൾ, ലോദാൽ. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പൽ, ലോദാൽ. വലിയ കുളം കണ്ടെത്തിയത് മോഹൻജോദാരോ. വലിയ കുളം കണ്ടെത്തിയത് മോഹൻജോദാരോ. കളിമണ്ണിൽ തീർത്ത കലപ്പ, കാലിബംഗാൻ. കളിമണ്ണിൽ തീർത്ത കലപ്പ കണ്ടെത്തിയത് കാലിബംഗാൻ. ധാന്യപ്പുരകൾ, ഹാരപ്പ. ധാന്യപ്പുരകൾ, ഹാരപ്പ. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പൽ, ലോദാൽ. വലിയ കുളം, മോഹൻജോദാരോ. കളിമണ്ണിൽ തീർത്ത കലപ്പ, കാലിബംഗാൻ. ധാന്യപ്പുരകൾ, ഹാരപ്പ. വെങ്കലയുഗ സംസ്കാരത്തിന്റെ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവ ഓരോന്നും ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, വലിയ കുളം. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരം. ക്യൂണിഫോം മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. വലിയ കുളം സിന്ധു നദീതട സംസ്കാരം. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരം. ക്യൂണിഫോം മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. വലിയ കുളം സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് അറിയപ്പെടാനുള്ള കാരണമെന്ത്? സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് അറിയപ്പെടാനുള്ള പ്രധാന കാരണം. വെങ്കലയുഗ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. വെങ്കല സംസ്കാരങ്ങൾ, നദികൾ. ഹാരപ്പൻ, സിന്ധു നദി. ഹാരപ്പൻ, സിന്ധു നദി. ഈജിപ്ഷ്യൻ, നൈൽ നദി. ഈജിപ്ഷ്യൻ, നൈൽ നദി. ചൈനീസ്, ഹൊയാങ്ഹോ നദി. ചൈനീസ്, ഹൊയാങ്ഹോ നദി. മെസോപ്പൊട്ടോമിയൻ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. ഹാരപ്പൻ, സിന്ധു. ഈജിപ്ഷ്യൻ, നൈൽ. ചൈനീസ്, ഹൊയാങ്ഹോ. മെസോപ്പൊട്ടോമിയൻ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. എ കോളത്തിന് യോജിച്ച വിധം ബി, സി കോളങ്ങൾ ക്രമപ്പെടുത്തുക. ചൈനീസ് സംസ്കാരം, ചിത്രലിപി, ഹൊയാങ്ഹോ നദി. ചൈനീസ് സംസ്കാരം, ചിത്രലിപി, ഹൊയാങ്ഹോ നദി. ഹാരപ്പൻ സംസ്കാരം, ലോഥൽ, സിന്ധു നദി. ഹാരപ്പൻ സംസ്കാരം, ലോഥൽ, സിന്ധു നദി. ഈജിപ്ഷ്യൻ സംസ്കാരം, ഹൈറോഗ്ലിഫിക്സ്, നൈൽ നദി. ഈജിപ്ഷ്യൻ സംസ്കാരം, ഹൈറോഗ്ലിഫിക്സ്, നൈൽ നദി. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം, ക്യൂണിഫോം, യൂഫ്രട്ടീസ് നദി. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം, ക്യൂണിഫോം, യൂഫ്രട്ടീസ് നദി. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. എഴുത്തുവിദ്യ, കലണ്ടർ, സിഗുറാത്തുകൾ. എഴുത്തുവിദ്യ ആപ്പിന്റെ ആകൃതിയിലുള്ളതായിരുന്നു. ക്യൂണിഫോം ലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. കൂത്ത മുനയുള്ള എഴുത്താണികൾ കൊണ്ട് എഴുതുന്നു.
കളിമൺ ഫലകങ്ങൾ എഴുതുന്നു. കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയായിരുന്നു. വർഷത്തിൽ 12 മാസം, ഒരു മാസം 4 ആഴ്ച, ദിവസത്തിൽ 24 മണിക്കൂർ. സിഗുറാത്തുകളായിരുന്നു ആരാധനാലയങ്ങൾ. ആരാധനാലയങ്ങൾ നഗരങ്ങളിൽ മണൽ കൂനകൾക്ക് മുകളിൽ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ആരാധനാലയങ്ങൾ നഗരങ്ങൾക്ക് മണൽ കൂനകൾക്ക് മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. താഴെ തന്നിരിക്കുന്നവ ഏതെല്ലാം പ്രാചീന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിഗുറാത്തുകൾ, വലിയ കുളം, പിരമിഡ്. സിഗുറാത്ത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയ കുളം ഹാരപ്പൻ സംസ്കാരം. പിരമിഡ് ഈജിപ്ഷ്യൻ സംസ്കാരം. വലിയ കുളം ഹാരപ്പൻ സംസ്കാരം, പിരമിഡ് ഈജിപ്ഷ്യൻ സംസ്കാരം, സിഗുറാത്തുകൾ മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. നഗരാസൂത്രണം, ധാന്യപ്പുര, വലിയ കുളം, ശുചിത്വബോധം. നഗരാസൂത്രണം. നഗരങ്ങളുടെ നിർമ്മാണത്തിന് ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചു. ആസൂത്രിതമായ തെരുവുകൾ, ഇരുവശങ്ങളിലും വീടുകൾ, നഗരങ്ങളിൽ വിശാലമായ അഴുക്കുചാലുകൾ. വലിയ കുളം മോഹൻജാദാരോവിലാണ്. വലിയ കുളം ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചു. ധാന്യപ്പുര. കാർഷികോൽപ്പന്നങ്ങൾ ധാന്യപ്പുരയിൽ സൂക്ഷിച്ചു. നികുതി ഇനത്തിലുള്ളവയും ഗ്രാമങ്ങളിൽ മിച്ചം വരുന്നവയും. ഇത് മെച്ചപ്പെട്ട ഭരണ സംവിധാനത്തിന് തെളിവാണ്. നികുതി ഇനത്തിലുള്ളവയും ഗ്രാമങ്ങളിൽ മിച്ചം വരുന്നവയും. ഇത് മെച്ചപ്പെട്ട ഭരണ സംവിധാനത്തിലുള്ള തെളിവാണ്. ശുചിത്വം. നഗരങ്ങളിൽ അഴുക്കുചാൽ നിർമ്മിച്ചു. അഴുക്കുചാലുകൾ സ്ലാബ് ഇട്ട് മൂടിയിരുന്നു. വീടുകളിൽ നിന്ന് മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കി. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അഴുക്കുചാൽ ഉണ്ടായിരുന്നു. മെസോപ്പൊട്ടോമിയൻ കലണ്ടറിന്റെയും ഈജിപ്ഷ്യൻ കലണ്ടറിന്റെയും സവിശേഷതകൾ വ്യക്തമാക്കുക. ഈജിപ്ഷ്യൻ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ്. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ, 5 മാസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി. എന്നാൽ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വർഷത്തിൽ 12 മാസം, 4 ആഴ്ചയുള്ള ഒരു മാസം, ഒരു ദിവസം 24 മണിക്കൂർ. ഹാരപ്പൻ സംസ്കാരത്തിലെ ജനങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനുള്ള തെളിവുകൾ എന്തെല്ലാം? കൃത്യമായ അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. മുദ്രകൾ. ഹാരപ്പൻ മുദ്രകളും മെസോപ്പൊട്ടോമിയൻ മുദ്രകളും ഉപയോഗിച്ചിരുന്നു. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ. പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ ഏത്? ഇതിന്റെ സവിശേഷതകൾ ഏവ? പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. പാപ്പിറസ് ചെടിയുടെ ഇലകൾ കൊണ്ട് എഴുതി പരിശുദ്ധ എഴുത്ത് എന്നു അറിയപ്പെട്ടത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പദസൂര്യൻ പൂർത്തിയാക്കുക. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് സുമേറിയൻ, അസീറിയൻ, ബാബിലോണിയൻ, കാൽഡിയൻ. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം സുമേറിയൻ, അസീറിയൻ, ബാബിലോണിയൻ, കാൽഡിയൻ. അടുത്ത ചാപ്റ്ററുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്